ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ബ്രഹ്മഗിരി മലനിരകളിലെ ത്രിമൂർത്തികളുടെ അനുഗ്രഹ ആയുസ്സുകളോ പാപനാശിനിയിലെ പിതൃമോക്ഷ പുണ്യമോ വയനാടൻ കാടുകളുടെ ഭംഗിയോ എന്താണ് നമ്മെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതെന്നറിയില്ല. ഹായ് ഫ്രണ്ട്സ്, മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊട്ടിയൂർ പാൽച്ചുരം വഴിയാണ് യാത്ര. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുന്നിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് യാത്ര തുടങ്ങാം. ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട. വയനാട് യാത്രയിൽ പാൽച്ചുരം എത്തി കേട്ടോ. പാൽച്ചുരത്തു നിന്നുള്ള മനോഹരമായ ദൃശ്യമാണിത്. ബ്രഹ്മഗിരി മലനിരകളുടെ അതിമനോഹരമായ പുലർകാലയുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടമഞ്ഞിങ്ങനെ ആകാശം മുട്ട ഉയർന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. തിരുനെല്ലി യാത്രയിലാണ് വയനാട് പാൽച്ചുരത്തി. പാൽച്ചുരത്തു നിന്നുള്ള മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇങ്ങോട്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 6:30 മണിയാണ് രാവിലെ. കാസർഗോഡ് ജില്ലക്കാർക്കും കണ്ണൂരിൻ്റെ വടക്കൻ മേഖലയിലുള്ളവർക്കും വയനാട്ടിലേക്ക് പോകാൻ എളുപ്പമാർഗം ഈ ബോയ്സ് ടൗൺ വഴിയാണ്. കൊട്ടിയൂർ പാൽച്ചുരം വഴി. പാൽച്ചുരം കയറി ബോയ്സ് ടൗൺ എത്താറായി. നല്ല കോടമഞ്ഞാന്ന്. ഇന്ന് പൊതുവേ ഒരു മഴയുള്ള കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രി മുതലേ മഴയുണ്ടായി. അങ്ങനെ നമ്മളെ യാത്ര 7 മണി 6:54 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബോയ്സ് ടൗണിലെത്തിയ. ഇതാണ് ബോയ്സ് ടൗൺ. അപ്പോൾ വലത്തോട്ട് പോയ കൂത്തുപറമ്പ്, ഇടത്തോട്ട് പോയ മാനന്തവാടി. കൂത്തുപറമ്പ് നെടുമ്പയില് കോമാച്ചി പാർക്ക്. ഇവിടുന്ന് 300 മീറ്റർ ആണ് കോമാച്ചി പാർക്ക്. റൈറ്റ് സൈഡ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കോമാച്ചി പാർക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലെത്തിയ. അപ്പൊ വയനാട്ടിൽ നല്ല ക്ലൗഡ്സ് ആണ്, മഴയുണ്ട്. ഇന്ന് പൊതുവെ മഴയുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പൊ നല്ല ക്ലൗഡ്സ് ആണ്. ഇപ്പൊ വാഹനങ്ങളെല്ലാം ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. കാണുന്നില്ല. ഒരു 100 മീറ്റർ അങ്ങോട്ടേക്ക് നമുക്ക് വാഹനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇന്ന് അവസ്ഥ. ഇപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഇതാ നമ്മളെ പെങ്ങളാണ്, ചന്ദ്രമതി എന്നാണ് പേര്. ഹായ് പറ, എടുത്ത് ഹായ് പറ. തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് അമ്മയുടെ ശാരദ ദിനാണ്. നമ്മള് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നേരെ ഇനി നമുക്ക് തിരുനെല്ലി അമ്പലത്തിൽ പോയി കാണാം. അങ്ങനെ നമ്മള് മാനന്തവാടി ടൗണിലെത്തിയ. മുന്നിൽ ഒരു ജംഗ്ഷനാണ് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൽ മൈസൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോകുന്നത് കോഴിക്കോട് സുൽത്താൻ ബത്തേരി റൂട്ടാണ്. അവിടുന്ന് നേരെ കാട്ടിക്കുളത്ത് നിന്ന് നമുക്ക് നേരെ പോയാൽ തോൽപ്പെട്ടി കുട്ട റോഡാണ്. അതിലേയും നമുക്ക് പോകാം. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകാം. അപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകുന്നത് കിലോമീറ്റർ കുറച്ച് കുറവായിരിക്കും. വയനാട് എന്ന് പറയുന്നത് വയലുകളുടെ നാടാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വയലുകളെല്ലാം ഇവിടെ കാണുന്നുണ്ട് കൃഷി ചെയ്തിട്ട്. വയനാട്ടിലെ നെൽവയലുകളുടെ മനോഹര ദൃശ്യം. ഇനി അങ്ങോട്ടുള്ള യാത്ര ഫോറസ്റ്റിലേക്ക് കൂടി തന്നെയാണ്. അപ്പോൾ ആനകളെല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലം എന്നുള്ള സൂചനാ ബോർഡുണ്ട്. ആന, മാന് എന്നിവ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മാനുകളെയും എല്ലാം കാണാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പറ്റം മാനുകളുടെ ഒരു കൂട്ടം നമ്മളെ റോഡ് സൈഡിൽ തന്നെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ മാന് കണ്ട തിരുനെല്ലിക്കാട്ടിലേക്ക് കൂടി തിരുനെല്ലിയിലേക്കുള്ള യാത്രയിലാണ് ഒരു പറ്റം മാനുകൾ. നല്ല ഒരു പറ്റം മാനുകളുണ്ട്, മാൻകൂട്ടങ്ങൾ. തിരുനെല്ലിക്കാട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണുന്നത്. പറ്റുണ്ട്. എണ്ണി നോക്കിയാ എത്ര എണ്ണം ഉണ്ടെന്ന്. നമ്മളിപ്പോ കാറിലിരുന്ന് കാണുന്നൊരു ദൃശ്യമാണ് ഇത്. പേടിയുണ്ട്. ആനപ്പിണ്ടെല്ലാം കാണുന്നുണ്ട്. ഒരു പറ്റം മാൻകൂട്ടത്തെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഏതായാലും മാന്യങ്ങൾ കാണാൻ സാധിച്ചല്ലോ എന്നായി. അവിടുന്ന് യാത്ര തിരിച്ച് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്താറായി. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് ഡയറക്റ്റ് 5:15 ബസ് പുറപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ തലശ്ശേരിയിൽ നിന്നും ഡയറക്റ്റ് ബസ് തിരുനെല്ലിയിലേക്കുണ്ട്. എന്തായാലും മാനന്തവാടി കഴിഞ്ഞാണ് നിങ്ങൾക്ക് തിരുനെല്ലിയിൽ എത്തേണ്ടത്. മാനന്തവാടിയിലേക്ക് തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ബസ് ഡയറക്റ്റ് ഉണ്ട് മാനന്തവാടിയിലേക്ക്. തെക്കൻ കേരളത്തിൽ നിന്നും തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് തലശ്ശേരിയിലോ കണ്ണൂരോ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മാനന്തവാടിയിലേക്ക് ബസ് കിട്ടുന്നതാണ്. മാനന്തവാടിയിൽ നിന്നും നിങ്ങൾക്ക് തിരുനെല്ലിയിലേക്ക് ബസ് യഥേഷ്ടം ബസ് സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ 5:20 കണ്ണൂരിൽ നിന്ന് ബസ് ഡയറക്റ്റ് ഉണ്ട്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ അനവധി സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ വാഹനം ഈ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തു. മിനിമോൾ എന്നാണ് പേര് അല്ലേ? ഇവിടെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്ന കച്ചവടം ചെയ്താ? ഷോപ്പുണ്ട് അല്ലേ? അപ്പൊ ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥം അല്ലേ? പഞ്ചതീർത്ഥ ലോഡ്ജ് അല്ലേ? പുൽത്തൈലം, യൂക്കാലി തൈലം, ചന്ദനത്തൈലം, രാമച്ചത്തൈലം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. വയനാടൻ ഉൽപ്പന്നങ്ങളാണ് മുഴുവൻ. അങ്ങനെയുള്ളൊരു കട. ഇപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ
ദൂരത്ത് നമുക്ക് അതിന് ബോർഡ് വിടുന്നത്. കയറി ചെല്ലുന്നത് തെക്കേ നടയിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് കിഴക്കേ നടയിലേക്ക് പോകാനുള്ള ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കിഴക്കേ നട വഴി പ്രവേശിക്കാം, തെക്കേ നട വഴി പ്രവേശിക്കാം. ചെറിയൊരു കയറ്റം കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിലേക്ക് കയറുന്ന ചവിട്ടുപടിയുടെ അടുത്തായിട്ടാണ്. ക്ഷേത്ര ദർശനത്തിനും ബലികർമ്മത്തിനും കിഴക്കേ നട വഴി പ്രവേശിക്കുക. ക്ഷേത്രത്തിന്റെ തെക്കേ നടയുടെ താഴെയായിട്ട് തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. കൂടാതെ ദേവസ്വത്തിന്റെ ഒരു പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് സൗകര്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. പേ ആൻഡ് യൂസ് ആണ്. ക്ഷേത്രത്തിനോട് തൊട്ട് തന്നെ ദേവസ്വത്തിന്റെ ലോഡ്ജിങ്ങും ഉണ്ട്. കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ലോഡ്ജിങ് സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തലേന്ന് തന്നെ വരുന്നവർക്കൊന്നും ഒരു വിഷമമില്ല ഇവിടെ. വയനാട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന നിരവധി കടകൾ ഇതിന് ചുറ്റിനും ക്ഷേത്രത്തിന് ചുറ്റിനുമായിട്ട് തന്നെയുണ്ട്. കൂടാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ലോഡ്ജിങ് സൗകര്യങ്ങളും ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഉള്ളത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യമാണ്. കിഴക്കേ നട വഴി പോകാൻ നോക്കാം. കിഴക്കേ നട വഴി എന്താ കടയാ ചേട്ടാ? വയനാട് ഉൽപ്പന്നങ്ങൾ, വയനാടിന്റെ ഉൽപ്പന്നങ്ങൾ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ വഴിയാണ്. ക്ഷേത്രത്തിൽ ശിവേലി നടക്കുന്ന സമയമാണ്. ഒരു വട്ടമെങ്കിലും ഈ ക്ഷേത്രസന്നിധിയിലെത്താത്തവരാണോ നമ്മളിൽ ചിലരെങ്കിലും? എല്ലാവർക്കും വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വാരത്തുള്ള അതിപ്രശസ്തമായ പുണ്യപുരാതനമായ വൈഷ്ണവ ക്ഷേത്രത്തിലേക്ക്, തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം പിതൃബലി തർപ്പണങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഞാനും പിതൃബലി തർപ്പണത്തിന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വയനാടിൻ്റെ വടക്കേ മൂലയിലാണ് തിരുനെല്ലി. ചുറ്റിലും മരങ്ങളും നിത്യഹരിത വനങ്ങളുമുള്ള ഒരു മനോഹരമായ പ്രദേശം. ഏകദേശം 5000-ൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ചരിത്രരേഖകളിൽ അടയാളപ്പെടുത്തിയ ഒരു പുണ്യപുരാതന ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തെ ഓർത്താൽ തന്നെ ഐശ്വര്യവും മോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. കാശിയിൽ പരമമായ ശാന്തി ലഭിക്കുന്നത് പോലെ ഇവിടം മോക്ഷം നേടാം എന്നതാണ് ഈ ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാനും ബലിതർപ്പണം ചെയ്യാനും എത്തുന്ന ഓരോരോ ഭക്തന്റെയും വിശ്വാസം. ക്ഷേത്രത്തിൽ ഇപ്പോൾ ശിവേലി എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യം തെക്കേ നടയിൽ എത്തുമെങ്കിലും ദർശനത്തിന് കിഴക്കേ നട വഴി പോകാം. തെക്കേ നട വഴിയും ക്ഷേത്രത്തിലെത്താം. മുകളിലെത്തിയാൽ പച്ച പുതച്ചു കിടക്കുന്ന പ്രശാന്ത സുന്ദരമായ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വാരമാണ്. ഇവിടെയാണ് അതിപുരാതനവും പ്രശസ്തവുമായ തിരുനെല്ലി ക്ഷേത്രം. പുണ്യപുരാതന മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയപ്പോൾ വൈകുണ്ഠത്തിലെത്തിയ പ്രതീതിയാണ് ഏതൊരു ഭക്തന്റെയും മനസ്സിലുണ്ടാവുക. ബലിതർപ്പണം ചെയ്യാൻ പോകുന്ന ഭക്തർ ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നും മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അത് ഏറ്റു ചൊല്ലിയതിനു ശേഷം നമസ്കരിച്ചതിന് ശേഷമാണ് പാവനാശിനിയിലേക്ക് പോകുന്നത്. തിരുനെല്ലി പെരുമാളീശ്വരന്റെ ശ്രീപാദത്തോട് ചേർത്ത് മോക്ഷം നൽകി തരണം. സന്തതിയും സമ്പത്തും ദീർഘായുസ്സും വരുത്തിത്തരണം. ദാരിദ്ര്യവും മഹാവ്യാധികളെയും നീക്കി സർവസമ്പത്തും വരുത്തിത്തരണം. സർവപ്രേതങ്ങൾക്കും മോക്ഷം വരുത്തിത്തരണം. സ്വാമി സമസ്താപരാധം ക്ഷമസ്വ. മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട ശേഷം ക്ഷേത്രനടയിൽ തന്നെ നമസ്കരിച്ച് ബലിതർപ്പണത്തിനായി പാപനാശിനിയിലേക്ക് പോവുകയാണ്. ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടികമല എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രത്തിന് സഹ്യമല ക്ഷേത്രം എന്നും ഒരു പേരുണ്ട്. ആമലക അഥവാ ആംല എന്നാൽ നെല്ലിക്കയാണ്. അതുതന്നെയാണ് തിരുനെല്ലി. ചുറ്റിനും നെല്ലിമരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാലാവാം തിരുനെല്ലി എന്ന് പേർ വരാൻ കാരണമായത്. ദേവഗ്രന്ഥങ്ങളിലും ഐതിഹ്യങ്ങളിലും വിശിഷ്ട സ്ഥാനം എന്നാണ് തിരുനെല്ലിയെ പ്രതിപാദിക്കുന്നത്. ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തെ സമർപ്പിച്ചാൽ തന്നെ ഐശ്വര്യവും മോക്ഷവും ലഭിക്കുമെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചു എന്നും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലകളെ ബ്രഹ്മഗിരി മല എന്ന് അറിയപ്പെടുന്നതെന്നും ഒരു വിശ്വാസമുണ്ട്. കുടക് മലകളോട് ചേർന്ന് കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ മനോഹാരിതയിൽ വന്നിറങ്ങിയ ബ്രഹ്മദേവൻ അവിടുത്തെ പ്രകൃതിയിൽ വിഷ്ണു ചൈതന്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. മലയിൽ നിന്നും കണ്ടെത്തിയ വിഷ്ണുശില ബ്രഹ്മഗിരിയുടെ താഴ്വര പ്രദേശമായ തിരുനെല്ലിയിൽ പ്രതിഷ്ഠിച്ചു. ബ്രഹ്മാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു ഭഗവാൻ ക്ഷേത്രമാഹാത്മ്യം വിശദീകരിച്ചു. ഇവിടെ ഒരു കരിങ്കൽ പാത്തി കാണാം. ദൂരെ മലനിരകളിൽ നിന്നും വെള്ളം ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ഒരു കരിങ്കൽ പാത്തിയാണ്. ഇതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കര നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കർ തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തെയും ദർശനത്തിന് ശേഷം അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുവാനുള്ള ബുദ്ധിമുട്ട് ശാന്തിക്കാരൻ തിരുമേനി തമ്പുരാട്ടിയോട് പറഞ്ഞു. ക്ഷേത്രത്തിൽ
ജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനമുള്ളൂ എന്ന് തമ്പുരാട്ടി ദേവന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിൽ വെള്ളം എത്തിക്കുവാനുള്ള കൽപ്പന ഉടൻ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു. താൽക്കാലിക മുളകൾ കൊണ്ട് ഒരു പാത്തി നിർമ്മിക്കുകയും ക്ഷേത്രത്തിൽ ഉടൻ തന്നെ ജലം എത്തിക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമേ തമ്പുരാട്ടി ജലപാനം കഴിച്ചിട്ടുള്ളൂ. പിന്നീടാണ് ഈ കരിങ്കൽ പാത്തി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ ചരിത്രം ഇവിടെ തന്നെ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാത്തി മലമുകളിലെ പാപനാശിനിയിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന പാത്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരുപാട് ദൂരം വരെയുണ്ട്. ഞാനും കുറച്ച് ദൂരം വരെ പോയി നോക്കി. അതിനങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. എങ്കിലും പാത്തിയിലേക്കൂടെ തന്നെയാണ് ഇപ്പോഴും വെള്ളം വരുന്നത്. ഈ ക്ഷേത്രത്തിൽ കിണറില്ല. ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ട വെള്ളമെല്ലാം ഈ പാത്തി വഴി തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്നത് ബലിതർപ്പണത്തിനായി പാപനാശിനിയിലേക്കാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കുറേയധികം പടികൾ ഇറങ്ങിയാണ് പാപനാശിനിയിലേക്കുള്ള യാത്ര. ഈ പടികളിലെല്ലാം ഈ സംഭാവന ചെയ്തവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞ് വരുന്നവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പാതയെല്ലാം നല്ല കരിങ്കല്ല് കൊണ്ട് പാകി നന്നായി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ വരുമ്പോൾ ഇതെല്ലാം ഉരുളൻ കല്ലുകളായിരുന്നു. ഇപ്പം നടപ്പാതയെല്ലാം കരിങ്കൽ പാകി നല്ല വൃത്തിയാക്കി നടക്കാൻ സൗകര്യമാക്കി വെച്ചിട്ടുണ്ട്. ഇതേതായാലും നന്നായി. ഇവിടെ ഒരു കടയുണ്ട്, വയനാട് സ്പൈസസ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്. ഇവിടെ കുണിക ശിവക്ഷേത്രം പാപനാശിനി, ഇവിടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഇതിലെ ക്ഷേത്രത്തിലേക്കാണ്, അതായത് പാപനാശിനിയിലേക്ക് നേരെ പോകും. അപ്പോൾ പാപനാശിനിയിലേക്ക് നമുക്ക് നടന്നു പോകാൻ വലിയ വിഷമമൊന്നുമില്ല. കാരണം കരിങ്കൽ പാകി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടന്നു പോകാം. അമ്മമാരെ, പാപനാശിനി ബലിതർപ്പണം കഴിഞ്ഞിട്ട് വരുന്ന എങ്ങനെ ഇപ്പം നടക്കാൻ നല്ല സൗകര്യം അല്ലേ? കരിങ്കൽ പാകിയോണ്ട്. പണ്ട് ഒരു കുറേ വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ എല്ലാം ഉരുളൻ കല്ലുകളായിരുന്നു, നടക്കാൻ വലിയ പ്രശ്നം. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? വയസ്സായവർക്കെല്ലാം നടന്നു വരാം അല്ലേ? അപ്പൊ ബലിതർപ്പണം കഴിഞ്ഞു. ശരി. അപ്പൊ ഈ മലനിരകളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു അരുവിയാണ് പാപനാശിനി. അപ്പോൾ പാപനാശിനി വരെ നന്നായി കല്ലുവാക്കി നടപ്പാതെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടന്നു പോകാൻ സൗകര്യമാണ്. ശാരദ ദിനാന്ന് അതിന് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി വന്നു. അന്ന് ഒരു 13 വർഷമായി അമ്മ മരിച്ചിട്ട്. ഒരു 13 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇതെല്ലാം വന്നിട്ട് ഉരുളൻ കല്ലുകളായിരുന്നു. നടക്കാൻ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒരു അരുവിയായി ഉത്ഭവിക്കുന്ന പാപനാശിനി പിന്നെയും താഴേക്കൊഴുകി കാളിന്തി നദിയിൽ ചെന്നു ചേരുന്നു. ബലിതർപ്പണത്തിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഷെഡിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. 7 പുണ്യതീർത്ഥങ്ങളായ പാപനാശിനി, പഞ്ചതീർത്ഥം, ഋണുമോഹിനി തീർത്ഥം, കുണ്ടികാ തീർത്ഥം, ശതബിന്ദു, സഹസ്രബിന്ദു, വരാഹം എന്നീ സഹസ്രങ്ങളായി സമ്മേളിക്കുന്ന തിരുനെല്ലി പ്രദേശത്ത് പാപനാശിനിക്കാണ് മറ്റ് 6 തീർത്ഥങ്ങളെക്കാളും പ്രാധാന്യം നൽകുന്നത്. ഈ അരുവിക്ക് പാപനാശിനി എന്ന് പേരുണ്ടെങ്കിലും ശാർദ്ധം, ബലി, ക്ഷേത്രപിണ്ഡബലി എന്നിവ ചെയ്യുവാൻ ഒരുപാട് ഭക്തർ ഇവിടെ എത്തുന്നു. ഔഷധ സസ്യങ്ങളുടെ അപൂർവ കേദാരം കൂടിയാണ് ബ്രഹ്മഗിരി മലനിരകൾ. എല്ലാ രോഗങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തി പാപനാശിനിക്കുണ്ടെന്നും പാപനാശിനിയിലെ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ ജന്മാന്തര പാപങ്ങളിൽ നിന്ന് മോചിതരാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മരിച്ചവർക്കായി തിരുനെല്ലിയിൽ പിണ്ടം വെക്കുന്നത് പിണ്ടപ്പാറയിലാണ്. ഈ പിണ്ടപ്പാറയെപ്പറ്റിയും ഒരു ഐതിഹ്യമുണ്ട്. പാഷാണഭീതി എന്ന ഒരു അസുരനെ ഒരിക്കൽ മഹാവിഷ്ണു ശപിക്കാനിടയായി. ശാപമോക്ഷത്തിനായി പ്രാർത്ഥിച്ച പാഷാണഭീതിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ അവനെ പുണ്യശിലയാക്കിയെന്നും ശിരസ് ബീഹാറിലെ ഗയയിലും മധ്യഭാഗം ഗോദാവരിയിലും പാദം തിരുനെല്ലിയിലുമായി തീർത്തു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തിരുനെല്ലിയിലെ പിണ്ടപ്പാറയിൽ ശ്രാദ്ധമിട്ടാൽ ഗയാശ്രാദ്ധത്തിന് ഫലം ലഭിക്കുമെന്നും തീർത്ഥജലത്തിൽ പിണ്ടം പതിച്ച് ഒഴുകിപ്പോകുമ്പോൾ പരേതാത്മാവിന് മുക്തി ലഭിക്കും എന്നുമാണ് വിശ്വാസം. ചിതാഭസ്മം ഒഴുക്കരുത് എന്ന് കർശന ഒരു നിർദ്ദേശ ബോർഡ് ഇവിടെയുണ്ട്. രാമരാവണ യുദ്ധം ജയിച്ച് തിരിച്ചു വരുന്ന രാമൻ അച്ഛൻ ദശരഥന് വേണ്ടി തിരുനെല്ലിയിൽ കർമ്മങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്നു മുതലാണ് പാപനാശിനിയിൽ ഭക്തർ കർമ്മങ്ങൾ ചെയ്തു വരുന്നത് എന്നാണ് വിശ്വാസം. നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് പാപനാശിനി. ഇവിടെയാണ് ബലിതർപ്പണത്തിന് മുന്നീടായി നമ്മൾ മുങ്ങിക്കുളിക്കേണ്ടത്. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് മുങ്ങിക്കുളിക്കണം. ബലിതർപ്പണത്തിന് ശേഷം നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്.
മറ്റെങ്ങും ബലിതർപ്പണം ചെയ്തതിന് ശേഷം മോക്ഷം ലഭിക്കാത്ത പരേതാത്മാക്കൾക്ക് വേണ്ടി പാപനാശിനിയിൽ പ്രീതിതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അച്ഛൻ ജമദഗ്ധ മഹർഷിയുടെ ആജ്ഞപ്രകാരം സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്ന പരശുരാമന് ആ പാപം തീർക്കാൻ പല പുണ്യനദികളിലും സ്നാനം ചെയ്തുവെങ്കിലും അതിലൊന്നും ഫലം ലഭിക്കാതായപ്പോൾ പാപനാശിനിയിൽ നിന്നും പാപമുക്തനായി എന്നാണ് വിശ്വാസം. പാപനാശിനി ഒഴുകി ഇതാ വരുന്നുണ്ടോ. പാപനാശിനിയിൽ പിതൃതർപ്പണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ വഴിയോരത്ത് ഒരു ബോർഡ് കാണാം. വലതുവശത്തായി കുറച്ച് പടികൾ ഇറങ്ങിച്ചെന്നാൽ ഒരു ക്ഷേത്രത്തിലെത്താം. അതാണ് ഗുണ്ടിക ശിവക്ഷേത്രം. പാപനാശിനിക്ക് കുറുകെയുള്ള ചെറിയൊരു പാലം കടന്നു കഴിഞ്ഞാൽ പാറക്കൂട്ടങ്ങളുടെ നടുവിലായി ചെറിയൊരു ക്ഷേത്രം. ചെറിയൊരു ഗുഹാക്ഷേത്രമാണിത്. പുറമേ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള ഗുഹാമുഖം പൂർണ്ണമായും ഇരുമ്പിന്റെ ഗ്രിൽസിനാൽ മറച്ചിരിക്കുന്നു. ഗുഹാമുഖം പൂർണ്ണമായി ശില്പങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗ്രിൽസിന്റെ മധ്യഭാഗത്തായിട്ട് ചെറിയൊരു വാതിലുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ. നമ്മൾ വെളിയിൽ നിന്ന് ഒന്ന് കുനിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ദീപം തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഉള്ളിൽ നല്ല ഇരുട്ടാണെങ്കിലും നിലവിളക്കിന്റെ ഒരു തിരി കത്തുന്നതായി കാണാം. ഗുഹാമുഖം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരങ്ങളായ ശില്പങ്ങളാൽ അലങ്കൃതമാണ്. ഈ ശില്പങ്ങളുടെ സംരക്ഷണത്തിനാകാം ഈ ഇരുമ്പ് ഗ്രിൽസിനെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അഗസ്ത്യമുനിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തിയായ ശിവനെയും പ്രതിഷ്ഠിച്ചതെന്ന് കരുതപ്പെടുന്നു. ഗുണ്ടിക ക്ഷേത്രത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. വർഷത്തിലെ ഒരു നാൾ കാർത്തിക നാളിൽ ദേശവാസികൾ ഈ ഗുഹാക്ഷേത്രത്തിലെ മൺചിരാകുകളിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കും. ഇവിടെ നിന്നും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു തുരങ്കപാത ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടും. ക്ഷേത്രത്തിന് മുന്നിലായി നന്ദികേശ്വരനെയും കരിങ്കൽ ദീപസ്തംഭവും പ്രതിഷ്ഠിച്ചതായി കാണാം. ഇവിടെ പ്രത്യേകമായ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇതേമാതിരി കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് ഇതേമാതിരി ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ മേലെ വെച്ച് ക്ഷേത്രത്തെ വികൃതമാക്കരുത് എന്നൊരു അഭ്യർത്ഥന. ചെറിയൊരു കുളമാണ് ക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ കാണാം. പാപനാശിനി ഒഴുകി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ വസ്ത്രം മാറാനും. ഇവിടെ ബിൽഡിംഗ് ഇവിടെ വസ്ത്രം മാറാൻ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ബാത്റൂം ഉണ്ട്. പർച്ചേസാ. ഗുണ്ടിക ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ കാണുന്ന വയനാട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ വലതുവശത്തായി ഒരു കുളം കാണാം. പഞ്ചതീർത്ഥക്കുളം എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ നടുവിലായി വലിയൊരു പാറ കാണാം. പാറ വരെ നടന്നു ചെല്ലാൻ കരിങ്കലിൽ തന്നെ തീർത്ത ഒരു പാലവും കാണാം. പഞ്ചതീർത്ഥത്തിന്റെ നടുവിൽ കാണുന്ന പാറ നെല്ലിക്ക വീണ് കല്ലായി തീർന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാറയുടെ നടുവിലായി ശംഖ്, ചക്ര, ഗദ, പത്മം എന്നിവയും മഹാവിഷ്ണുവിൻ്റെതെന്ന സങ്കല്പത്തിൽ പാദമുദ്രയും കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ബ്രഹ്മഗിരി മലനിരകളിൽ എവിടെ നിന്നോ ഉത്ഭവിക്കുന്ന ശംഖ്, ചക്ര, ഗദ, പത്മ തീർത്ഥങ്ങളും വിഷ്ണുപാദത്തിലെ അഭിഷേക ജലവും ഭൂമിക്കടിയിലൂടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് പഞ്ചതീർത്ഥ കുളത്തിൽ ഒന്നിച്ചു ചേരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വയനാട്ടിൽ തന്നെ. വയനാട്ടിലെവിടെ? സുൽത്താൻ ബത്തേരി. അപ്പൊ ആദ്യമായിട്ട് വരുവാ ഇവിടെ ക്ഷേത്രത്തിൽ? തിരുനെല്ലി ആദ്യമായിട്ട് വരുവാ? തിരുനെല്ലി കുറേ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. തിരുനെല്ലി എന്ന പേര് വന്നത് എങ്ങനെയാ ഇവിടെ? അറിയില്ല. നെല്ലി എന്നാന്ന്? നെല്ലിമരം. ഇവിടെ ചുറ്റിനും നെല്ലി മരങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് തിരുനെല്ലി എന്നുള്ള പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മഗിരി മലയുടെ അടിവാരം അല്ലേ? അപ്പൊ ഇതെല്ലാം നെല്ലിമരത്തിന്റെ കാടുകളായിരുന്നു. അങ്ങനെ തിരുനെല്ലി എന്നുള്ള പേര് വന്നു. അപ്പൊ ഇത് പഞ്ചതീർത്ഥക്കുളമാണ്. 5 തീർത്ഥങ്ങളാണ് ഇതിൽ വരുന്നത്. മോന്റെ പേരെന്നാ?
ട്വിൻസാ? പേരെന്നാ? തേജൽ. തേജൽ. നിന്റെ പേരെന്നാ? തന്മയ്. തന്മയ്. ആരെ ഭക്ഷണം നന്നായി കഴിക്കുക? രണ്ടുപേരും. പക്ഷെ ഇവന് തടി കൂടുതലും ഇവൻ തടി കുറവാന്നല്ലോ. ആരാ ഫസ്റ്റ് ബേബി? ഫസ്റ്റ് ബേബിയാണ്. ഇവനാ? ആരാ നന്നായി പഠിക്കുക? രണ്ടും ഒരേപോലെയാ. അതെ. ഈ കരിങ്കൽ പടികളെല്ലാം സംഭാവന ചെയ്തവരുടെ പേരു വിവരണങ്ങൾ ഈ പടിയിന്മേൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ പടികൾ കയറി മുകളിലെത്താൻ കുറച്ച് ആയാസപ്പെടും. അമ്പലത്തിന് ചുറ്റിനുമുള്ള വനങ്ങളിൽ ഇന്നും നെല്ലിമരങ്ങളും നെല്ലിക്കയും സമൃദ്ധമായി വളരുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇങ്ങനെയുള്ള നിരവധി കഥകളും ഐതിഹ്യങ്ങളും കലർന്നതാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 500 വർഷങ്ങൾക്ക് മുമ്പ് കേരള കർണാടക അതിർത്തി പ്രദേശത്ത് ആധിപത്യമുണ്ടായിരുന്ന വേട രാജവംശം ആരാധനക്കായി നിർമ്മിച്ചതാണ് തിരുനെല്ലി ക്ഷേത്രം എന്നൊരു കഥയും വേറെയുണ്ട്. പിന്നീട് മൈസൂർ രാജവംശത്തിന്റെ കീഴിലായ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നവീകരണത്തിന്റെ പാതയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം ഇതുവരെ കൃത്യമായി പറയാൻ ചരിത്ര പണ്ഡിതന്മാർക്ക് പോലും പ്രവചിക്കാനായിട്ടില്ല. എങ്കിലും 962-നും 1019-നും ഇടയിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രചരിത്രം കാസർഗോഡ് ജില്ലയിലെ കുമ്പള രാജവംശവും കുറുമ്പനാട് രാജവംശവും വയനാട് രാജാക്കന്മാരും മറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുമാതിരമുണ്ട്, ചമ്പരമുണ്ട്. ഇതൊരു പട്ടാളക്കാരൻ, ഈ വേറൊരു പട്ടാളക്കാരൻ. വയനാട് വേടരാജാവിൻ്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന തിരുനെല്ലി ക്ഷേത്രം അവർക്ക് നഷ്ടമായതിനെക്കുറിച്ച് കഥകളുമുണ്ട്. കുമ്പള മൈപ്പാടി എന്ന പ്രദേശത്തെ രാജകുമാരൻ വേടരാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് വയനാട് വാണിരുന്ന വേടരാജാവ് ആ രാജകുമാരനെ തടവിലാക്കി. ഇതറിഞ്ഞ കുമ്പള മൈപ്പാടിയിലെ രാജാവ് കോട്ടയം കുറുമ്പനാട് രാജാവുമായി ചേർന്ന് കുമാരനെ മോചിപ്പിച്ചു. പിന്നീട് കാലാന്തരങ്ങളോളം വേടരാജാവിനെ വധിച്ച രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രമെന്നും. ഇതിനെല്ലാം പുറമെ കുടക് രാജാക്കന്മാരുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിലെ അടുത്തടുത്തുള്ളതായിട്ടുള്ള ചില കൽപ്രതിമകൾക്കും അവശിഷ്ടങ്ങളിൽ നിന്നും കുടക് രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കറുത്ത വാവ് ദിവസമാണ് അമ്പലം പണിതെന്നും രാവിലെ ആയതോടുകൂടി പണി നിർത്തിയെന്നും തിരുനെല്ലിയിലെ ചില ആദിവാസികൾ വിശ്വസിക്കുന്നു. ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവും ഇന്നില്ല. കേരളവർമ്മ പഴശ്ശിരാജയുടെ കാലത്ത് മൈസൂർ സൈന്യവുമായി യുദ്ധമുണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ലഭ്യമായ രേഖകൾ പ്രകാരം തിരുനെല്ലി 16-ാം നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയിലെ സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു അത്രേ. സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് കൊടുങ്കാടിനുള്ളിലായി മാറിപ്പോയി. AD 978 ഭാസ്കരവർമ്മൻ ഒന്നാമൻ്റെ സിംഹാസനാരോഹണത്തിന് ശേഷമുള്ള ചെമ്പ് ലിഖിതങ്ങളിൽ തിരുനെല്ലി ക്ഷേത്ര സന്നിധിയായ ഒരു ശാസനം കാണപ്പെട്ടിരുന്നു. ഈ ചെമ്പെഴുത്ത് ലഭിച്ചതും തിരുനെല്ലി ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ്. അന്നത്തെ നാണയമായ 18 രാശികൾ ഉപയോഗിച്ച് കൊത്തുപണി ചെയ്ത കല്ലുകൾ ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ആ കാലത്ത് തിരുനെല്ലി ഒരു വലിയ പട്ടണവും ഈ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു. കേരളീയ വാസ്തുവിദ്യയുടെ മാതൃകയിലാണ് തിരുനെല്ലി അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുമായി എന്തൊക്കെയോ വ്യത്യാസമുള്ളതായി തോന്നുന്നുണ്ട്. പുറമേ കാണാൻ ഭാഗികമായി തകർന്നു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ വിളക്ക് മാടമാണ് ആദ്യം കാഴ്ചയിൽപ്പെടുക. കുടകിലെ രാജാവ് തിരുനെല്ലി ക്ഷേത്രം കൈയടക്കുകയും ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തതോടെ വിവരമറിഞ്ഞ വടക്കൻ കേരളത്തിലെ കോട്ടയം പഴശ്ശിരാജാവ് എത്തി തടഞ്ഞുവെന്നും അങ്ങനെയാണ് വിളക്കുമാടം അപൂർണമായതെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള കരിങ്കൽ തൂണുകളിലെല്ലാം ദേവീ ദേവതമാരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചതായി കാണാം. ഈ തൂണുകൾ താങ്ങി നിർത്തുന്ന കരിങ്കൽ പാളികൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചാണ് നിർമ്മാണം. ഇതിൽ കുമ്മായമോ ചാന്തോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല.
30 കരിങ്കൽ തൂണുകളാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ചുറ്റമ്പലം പലതവണ പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമം നടന്നുവെങ്കിലും ഒന്നും പൂർണ്ണതയിലെത്തിയില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണത്തിന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാക്ഷേത്രത്തെ പുനർജീവിപ്പിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. അതേസമയം തന്നെ പഴമയുടെ മനോഹാരിതയും തനിമയും നഷ്ടപ്പെടുമെന്ന ഭയവും ചിലർക്കുണ്ട്. പ്രഭാത ഭക്ഷണത്തിനുള്ള ടോക്കൺ എടുക്കുകയാണ് ഭാര്യ. ബലിതർപ്പണവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞു വരുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ടോക്കൺ വാങ്ങിയതിന് ശേഷം താഴെ പോയി ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. വയനാടൻ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു കട ഇവിടെയുമുണ്ട്. ഉപ്പുമാവും അച്ചാറും കാപ്പിയാണ് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് രാവിലെ കൊടുക്കുന്ന പ്രഭാത ഭക്ഷണം. അപ്പം നമ്മൾ ഉപ്പുമാവ് വാങ്ങി ഡൈനിങ് റൂമിലേക്ക് വന്നു. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ബാക്കി എല്ലാവരും കഴിച്ചു പോയി എന്ന് കരുതപ്പെടുന്നു. എല്ലാവരും കഴിച്ചു പോയി കാണും. പൊതുവെ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങളുടെ തിരക്ക് കുറവായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു അട്ടയുടെ കടിയേറ്റ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഭാര്യയുടെ കാലിൽ ചോരക്കറ കണ്ടപ്പോൾ ഭാര്യയെയും അട്ട കടിച്ചതായി കാണപ്പെട്ടു. ഏതായാലും തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിൽ വന്നപ്പോൾ ഇതുവരെ അനുഭവിച്ചറിയാത്തൊരു കാര്യം കൂടി സാധിച്ചെടുത്തു. അട്ട കടിച്ച സന്തോഷത്തിൽ ഭാര്യയും അതിലേറെ സന്തോഷത്തിൽ ഞാനും. നാലമ്പലത്തിനുള്ളിലേക്കുള്ള പ്രവേശനത്തിനരികിലെ ബലിക്കല്ലിലുള്ള സ്ഥാനത്തിനും ഒരു പ്രത്യേകത കാണാം. സാധാരണ ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിന് ഉള്ളിലേക്കുള്ള ശ്രീകോവിലിന് നേരെയായിരിക്കുന്ന ബലിക്കല്ലിൻ്റെ സ്ഥാനം ഇവിടെ നേർരേഖയിൽ അല്ലാതെ ഒരു വശത്തേക്ക് അല്പം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. പണ്ട് തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിനായി ദീർഘകാലമായി ആഗ്രഹിച്ച് ഭക്തിയോടെ എത്തിയ ഒരു ആദിവാസി വൃദ്ധനെ ക്ഷേത്രത്തിൽ കയറാൻ അധികാരികൾ അനുവദിച്ചില്ല. ഭഗവാന്റെ വിഗ്രഹമെങ്കിലും ദൂരെ നിന്ന് കണ്ട് വണങ്ങാമെന്ന് ആ പാവം വൃദ്ധൻ കരുതി. എന്നാൽ പുറത്തു നിന്ന് മാറി നിന്ന് നോക്കുമ്പോൾ ബലിക്കല്ല് മറയായി നിന്നതിനാൽ ഭഗവത് ദർശനം സുഗമമാവുന്നില്ല. ഇതിൽ മനംതൊന്ന് വിലപിച്ച വൃദ്ധന്റെ മുന്നിൽ ബലിക്കല്ല് അല്പം വശത്തേക്ക് മാറി നിന്നതായും ഭഗവാനെ പൂർണ്ണ രൂപത്തിൽ ദർശിക്കാനായി എന്നും ആ പാവം ആദിവാസി വൃദ്ധന് ഭഗവാന്റെ ദർശനം പൂർണ്ണമായി കിട്ടിയതിനാൽ സായുജ്യം അടയുകയും ചെയ്തു. അതിനാലാണ് ആ ബലിക്കല്ല് ഇന്നും ഒരു വശത്തായി നിൽക്കുന്നതെന്നും പറയപ്പെടുന്നു. തെക്ക് ഭാഗത്ത് നിന്ന് ക്ഷേത്രമുറ്റത്ത് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. പഞ്ചതീർത്ഥം ലോഡ്ജാണ് ദൂരെ കാണുന്നത്. താഴെ കാർ പാർക്കിംഗ് കാണാം. അങ്ങ് ദൂരത്തോളം കല്ലുപാകിയ നടപ്പാത കാണാം. അതിമനോഹരമായ വയനാടിൻ്റെ ദൃശ്യമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. തെക്കേ നടവഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ക്ഷേത്രം ഇതേപോലെ കാണാം. കൊട്ടിയൂർ ക്ഷേത്രമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടത്രേ. പണ്ട് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ആവശ്യമുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അത്രേ. അരി കൊണ്ടുപോകാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവത്രേ. ഒരിക്കൽ അരി കൊണ്ടുപോകുന്നതിന് നിയുക്തനായ ഭൂതഗണങ്ങളിൽ ഒന്നിന് ഭാരം കൂടുതലായതിനാൽ കുറെ അരി വലിച്ചെറിഞ്ഞു കളഞ്ഞു അത്രേ. പൊറുക്കാനാകാത്ത ഈ തെറ്റിന് ഭൂതത്താൻ കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് തിരുനെല്ലി പെരുമാൾ ഭൂതത്തെ ശപിച്ച് ശിലയാക്കിയെന്നും അങ്ങനെ കുറവ് വന്ന ഭൂതത്തിന് പകരം ഒരാൾ ഇവിടെ നിന്നും അയക്കുകയാണ് ചെയ്തിരുന്നത്രേ. കൊട്ടിയൂർ ഉത്സവത്തിന് മുമ്പേ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്തെ പറഞ്ഞയക്കുന്നു എന്ന ചടങ്ങ് ഇടവമാസത്തിൽ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്കും വൈശാഖോത്സവാനന്തരം ഭൂതത്തിനെ തിരുനെല്ലിയിലേക്ക് തിരിച്ചയക്കൽ ചടങ്ങ് കൊട്ടിയൂരിലും അനുഷ്ഠിച്ചു വരുന്നു. പണ്ടുകാലത്ത് തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പോകാനും ബ്രഹ്മഗിരി കാടുകളിലൂടെ 10 കിലോമീറ്റർ കാട്ടുപാത ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നിത്യവും രാവിലെ 5:30 മണിക്ക് നട തുറന്ന് അഭിഷേകത്തിന് ശേഷം പതിവ് പൂജകൾ ഉണ്ടാകും. ഉഷപൂജ, എതിരേറ്റ് പൂജ, പന്തിരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിങ്ങനെ 5 പൂജകളും 3 ശിവേലിയും നവഭവം നടത്തുന്ന മഹാക്ഷേത്രമാണിത്. വിഷുവാണ് പ്രധാന ഉത്സവം. തിരുനെല്ലിയിലെ വിഷു ഉത്സവത്തിൻ്റെ പ്രത്യേകതയാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട തേൻ കുറുമ എന്ന കാട്ടുനായ്ക്ക വിഭാഗക്കാരുടെ കോൽക്കളി. വെള്ളം കൊണ്ടുവരുന്ന പാത്തിയിൽ കൊത്തിവെച്ച ഒരു പാമ്പ് തവളയെ വിഴുങ്ങുന്ന ഒരു ശില്പമാണിത്.
മീനമാസത്തിലെ പ്രതിഷ്ഠാ ദിനവും നിറപുത്തരിയും തൃക്കാർത്തികയും ശിവരാത്രിയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിന് കൊടിമരമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊടിമരത്തിൻ്റെ സ്ഥാനം എവിടെയുണ്ട്, പക്ഷേ കൊടിമരമില്ല. മേഡത്തിന്റെ കടയാന്ന് ഇതില്ലേ? ഓ ആ ഓക്കെ ശരിയാ. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിലാണ്. ദൈവത്താർ മണ്ഡപം എന്നാണ് പറയപ്പെടുന്നത്. നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രം പണി മുഴുവനാക്കിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ദേവൻ്റെ പ്രതിഷ്ഠ ഇതിന് പുറകിലായിട്ടാണ് ഇപ്പോഴത്തെ സ്ഥാനം. അവരമ്പലം ഇതല്ലേ? ഭാഗമല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരുനെല്ലി ക്ഷേത്ര ദർശനം കഴിഞ്ഞു, ബലിതർപ്പണം കഴിഞ്ഞു. തിരുനെല്ലി പുറകിൽ കാണുന്ന തിരുനെല്ലി ക്ഷേത്രം. അപ്പോൾ നമ്മൾ തിരുനെല്ലി ക്ഷേത്ര ദർശനവും ബലിതർപ്പണം കഴിഞ്ഞ് പോവാന്ന്. ഭാര്യൻ്റെ മോളുണ്ട്, ഇത് നമ്മളെ ഏടത്തിയാന്ന് കേട്ടോ. സിസ്റ്റർ രാവിലത്തെ പ്രഭാതഭക്ഷണം കഴിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വിടവാങ്ങിയാണ്. നേരെ പോകുന്ന തൃശ്ശിലേരി അമ്പലത്തിലേക്കാണ്. തിരുനെല്ലി ക്ഷേത്രത്തിൽ പാപനാശിനിയിൽ ബലിതർപ്പണവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് തൃശ്ശിലേരി അമ്പലത്തിലേക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൃശ്ശിലേരി അമ്പലത്തിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.